സത്യത്തിൽ ഈ പ്രേതങ്ങളില്ല അല്ലേ? ഹലോ, മനുഷ്യൻ എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും പ്രേതമെന്ന പ്രതിഭാസം സത്യമാണോ അല്ലെങ്കിൽ കള്ളമോ എന്നത് ഇതുവരെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഏതൊരു മനുഷ്യനും. അത്തരത്തിൽ പ്രേതകഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഏതാനും മികച്ച ഹൊറർ സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലിസ്റ്റിലുള്ള ഒന്നാമത്തെ സിനിമ 2018 ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഹെറിഡിറ്റി. മറ്റ് ഹൊറർ സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്ന ഈ ഒരു സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം. അച്ഛനും അമ്മയും കോളേജിൽ പഠിക്കുന്ന മകനും സ്കൂളിൽ പഠിക്കുന്ന മകളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അവരുടെ മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് ആ ദുഃഖത്തിൽ നിന്നും കരകയറി വരുമ്പോഴാണ് അടുത്ത ദുരന്തം അവരെ തേടിയെത്തിയത്. അതും അതിദാരുണമായ ഒരു സംഭവത്തിലൂടെ. പിന്നീട് ഓരോ ദുരന്തങ്ങളായി ആ വീടിനെയും കുടുംബത്തെയും തേടിയെത്താൻ തുടങ്ങി. അമാനുഷിക ശക്തികളുടെ കൈകടത്തലുകൾ ആ വീട്ടിലേക്ക് എത്തുന്നതോടെ സിനിമയുടെ ഗതി തന്നെ മാറി മറിയുകയാണ്. ഒരു ഹൊറർ സിനിമ എന്ന ജേണറിനോട് 100% നീതി പുലർത്തുന്ന ഈ ഒരു സിനിമ മറ്റ് ഹൊറർ സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാകുന്നത് അവതരണത്തിന്റെ പുതുമ ഒന്നുകൊണ്ട് മാത്രമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ തളം കെട്ടി നിൽക്കുന്ന ഒരു പാശ്ചാത്യ സംഗീതമുണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ. അതുമാത്രം മതി 2 മണിക്കൂർ ആളെ പേടിപ്പിക്കാൻ. ഇടയ്ക്ക് വരുന്ന സസ്പെൻസ് ഒന്നുകൂടി ഭയത്തിന്റെ ആഴം കൂട്ടുകയും ചെയ്യുന്നു. ആദ്യ മണിക്കൂർ നിങ്ങൾ ക്ഷമയോടെ കാണുകയാണെങ്കിൽ മാത്രമേ രണ്ടാം പകുതി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഭാഗത്തിലെ രണ്ടാമത്തെ സിനിമ 2009 ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ നിന്നിറങ്ങിയ അണ്ടർ റേറ്റഡ് ആയതും അതുപോലെ കണ്ടവരുടെയെല്ലാം മനസ്സിൽ ഇടം നേടിയ ഹൊറർ സിനിമയാണ് വിന്റർ. സാർ, ഇന്നലെ നടന്നുപോലുള്ള കൊലപാതകം ഇതിനു മുമ്പും ഇവിടെ നടന്നിട്ടുണ്ട്. കുട്ടികളാണ് അധികവും പലപ്പോഴും അതിനിരയാകുന്നത്. പിന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നു എന്നാണ്. അയാൾ മരിച്ചു. പിന്നെ എങ്ങനെയാ സാർ വീണ്ടും ഇതുപോലൊരു കൊല? ഇതൊരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയോ കാര്യങ്ങളോ അധികമായി പറഞ്ഞങ്ങ് കുളമാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഈ ഒരു സിനിമ എനിക്ക് എപ്പോൾ കണ്ടാലും എന്തോ ഒരു ഭയം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വേട്ടയാടൽ അനുഭവപ്പെടാറുണ്ട് എപ്പോഴും. അത് രാത്രി കണ്ടാലും പകല് കണ്ടാലും. ഇനിയും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കുന്നതായിരിക്കും ഈ ഒരു സിനിമ നിങ്ങൾക്ക്. മൂന്നാമത്തെ സിനിമ ഹോങ് ജിങ് നാങ്ങിന്റെ സംവിധാനത്തിൽ 2016 കൊറിയൻ ഭാഷയിൽ നിന്ന് പുറത്തിറങ്ങിയ സിനിമയാണ് ദ വയലിൻ. നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ട ചിത്രമായ ഈ ഒരു സിനിമയുടെ ചെറിയൊരു വൺലൈൻ പ്ലോട്ട് പറഞ്ഞു തരാം. സിനിമ കാണാത്തവർക്ക് വേണ്ടി ടോക്സിയോക്ക് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറാണ് നമ്മുടെ കഥാനായകനായ ജോക്കു. തുടർച്ചയായി നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിൽ മലമുകളിലെ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു ജപ്പാൻകാരനാണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ കഥാനായകനായ പോലീസ് ഉദ്യോഗസ്ഥൻ ജപ്പാൻകാരനെ കാണാൻ വേണ്ടി മലമുകളിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ ഒരു ശരാശരി പോലീസ് ഉദ്യോഗസ്ഥന് ചിന്തിക്കാനും താങ്ങാനും കഴിയുന്നതിന് അപ്പുറമായിരുന്നു അവിടെ നടക്കുന്ന സങ്കീർണമായ കാര്യങ്ങൾ. ആ സംഭവം എന്താണെന്ന് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. തുടർന്ന് അങ്ങോട്ട് മന്ത്രവാദം, ആഭിചാരിക ക്രിയകൾ, കൊറിയൻ ബാധ ഒഴിപ്പിക്കൽ രീതി എന്നിവരുടെ കഥ മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഒരു ഹെഡ്സെറ്റും വെച്ച് ചിത്രം കണ്ടു നോക്കിക്കോളൂ. ഗംഭീര എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. നാലാമത്തെ ചിത്രം സ്കോട്ട് ഡെറിക്സന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ ഹൊറർ ചിത്രമാണ് സിനിസ്റ്റർ. യഥാർത്ഥ കുറ്റകൃത്യങ്ങളെപ്പറ്റി എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് എലിസൺ ഒസാൾട്ട്. തുടർച്ചയായി പുസ്തകങ്ങൾ പരാജയപ്പെട്ടതുമൂലം ഒരു കുടുംബത്തിലെ 4 പേര് വീടിന് പിന്നിലുള്ള ഒരു മരത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തെപ്പറ്റി എഴുതാനായി ഒസാൾട്ടും തൻ്റെ കുടുംബവും ആ വീട്ടിലേക്ക് മാറുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ടേപ്പുകൾ കിട്ടുന്നതോടെ സിനിമയുടെ ഗതി തന്നെ മാറി മറിയുകയാണ്. ശാസ്ത്രീയമായി ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ള ഈ ചിത്രം കാണുന്നവരിൽ ഭീതി ഉളവാക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഇതിലൂടെ തന്നെ സിനിമയുടെ റേഞ്ച് എത്രത്തോളമെന്ന് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഭാഗത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ചിത്രമാണ് 2007 ഫ്രഞ്ച് ഭാഷയിൽ പുറത്തിറങ്ങിയ IMDbയിൽ നിന്ന് 6.8 റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുള്ള ചിത്രമാണ് ഇൻസൈഡ്. 4 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാർ അപകടത്തിൽപ്പെട്ട് തൻ്റെ ഭർത്താവ് മരണപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് താമസിക്കുകയാണ് സാറ. അങ്ങനെയിരിക്കെ ഒരു ക്രിസ്മസ് തലേന്ന് രാത്രിയിൽ ഗർഭിണിയായ സാറയെ തേടി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വരുന്നു.
അവർക്ക് വേണ്ടത് തൻ്റെ വയറ്റിലെ കുഞ്ഞിനെയാണ്. പിന്നീടുണ്ടാകുന്ന അതിസാഹസിക പ്രയാണമാണ് തുടർന്ന് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന രക്തച്ചൊരിച്ചിൽ രംഗങ്ങളാൽ സമ്പന്നമായ നല്ലൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഇൻസൈഡ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.